قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ മുന്നോടിയായി സോഷ്യൽ മീഡിയകളിൽ ധാരാളമായി എല്ലാ വർഷങ്ങളിലും പതിവ് പോലെ പ്രചരിപ്പിക്കപ്പെടുന്ന ചില പ്രചരണങ്ങളുണ്ട്. അതായത് പറയുന്നതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്: വിശുദ്ധ റമദാൻ എന്ന മഹാ പ്രാധാന്യമർഹിക്കുന്ന മാസത്തിൻ്റെ വരവ്, അല്ലെങ്കിൽ അതെന്നാണ് തുടങ്ങുന്നത് എന്നുള്ള ആ മാസത്തിൻ്റെ തുടക്കം ഇന്ന തീയതിയിലാണ് എന്ന് ആദ്യം ആരെയാണോ അറിയിക്കുന്നതെങ്കിൽ അതിന് വലിയ പുണ്യമുണ്ട് എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് പലരും നടത്താറുള്ളത്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലാത്ത ചില വാക്കുകൾ അവിടുത്തെ പേരിൽ അവിടുന്ന് പറഞ്ഞു എന്ന് കള്ളം പ്രചരിപ്പിക്കുക എന്ന മഹാപാതകം കൂടി ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇതാ ഈ വർഷത്തെ റമദാൻ ഇത്രാം തീയതി ഇന്ന ദിവസം ഇന്ന തീയതിയിൽ ഇതാ ആരംഭിക്കുകയാണ്, ഈ വിവരം താങ്കളെ അറിയിക്കുന്നു എന്ന് പറയുകയും ഇത് നിങ്ങളും മറ്റുള്ളവരെ അറിയിക്കുക, താങ്കൾക്കും ഇതിൻ്റെ പുണ്യം നേടുവാനുള്ള ഒരു സുവർണ അവസരമാണിത്, എത്രത്തോളം ആളുകളിലേക്ക് നിങ്ങൾക്കിത് എത്തിക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾക്കും പുണ്യം നേടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങളാണ് പ്രചരിപ്പിക്കപ്പെടാറുള്ളത്. ഉപോത്ബലകമായി പറയപ്പെടാറുള്ള ഒരു കള്ള ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ എന്താണ് അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാറുള്ളത്: മൻ ബല്ലഗന്നാസ ബിശഹരി റമദാന ഹുർരിമത് അലൈഹിന്നാർ. ആരെങ്കിലും റമദാൻ മാസത്തിൻ്റെ വരവ് ജനങ്ങളെ അറിയിച്ചാൽ അവൻ്റെ മേൽ നരകം നിഷിദ്ധമാണ്. മറ്റൊരു വാചകം പറയപ്പെടാറുള്ളത്: മൻ ബല്ലഗന്നാസ ബിശഹരി റമദാന ദഖലൽ ജന്ന. റമദാൻ മാസത്തിൻ്റെ വരവ് ജനങ്ങളെ ആരെങ്കിലും അറിയിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പുണ്യമോ, ഇങ്ങനെ റമദാൻ മാസത്തിൻ്റെ വരവ് വിളിച്ച് മറ്റൊരാളെ ഫോണിലോ വാട്സപ്പ് മെസ്സേജിലോ മറ്റേതെങ്കിലും വിധത്തിലോ ഒക്കെ ഒരാളെ റമദാൻ മാസം ആദ്യമായി അറിയിക്കുന്നവർക്ക് നരകം നിഷിദ്ധമാണെന്നും സ്വർഗം അവർക്ക് ലഭിക്കുമെന്നുമൊക്കെയുള്ള വാക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്നതെന്തും ഫോർവേഡ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന പതിവ് നമ്മൾ അവസാനിപ്പിച്ചേ പറ്റൂ. മാത്രമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ കള്ളം പറയുക എന്ന ഏറ്റവും മഹാപാതകമാണ് ഇതിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകം നമ്മൾ ഗൗരവത്തോടെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ മനസ്സുകളിൽ. ഏത് വിഷയത്തിലും, ഇതിൽ മാത്രമല്ല. അവിടുന്ന് പറയാത്ത ഒന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കൊടും പാതകമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാനായ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു: ലാ തക്ദിബൂ അലയ്യ ഫഇന്നഹു മൻ കദബ അലയ്യ ഫൽയലിജിന്നാർ. എൻ്റെ മേൽ നിങ്ങൾ കള്ളം പറയരുതേ, എൻ്റെ മേൽ നിങ്ങൾ കള്ളം പറയരുതേ. ഫഇന്നഹു, തീർച്ചയായും, കാരണം മൻ കദബ അലയ്യ, ആരെങ്കിലും എൻ്റെ മേൽ കള്ളം പറഞ്ഞാൽ
ഫൽയലിജിന്നാർ, അവൻ നരകത്തീയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. അത്ര ഗുരുതരമായ പാപമാണത്. കിട്ടുന്നതെന്തും കേൾക്കുന്നതെന്തും അതൊക്കെ എനിക്ക് സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന നിലക്ക്, ഞാനൊരു വലിയ സൽക്കർമ്മം ചെയ്യാണ് എന്ന നിലക്ക് വാരി വലിച്ച് കിട്ടുന്നതെന്തും കേൾക്കുന്നതെന്തും ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നത് തന്നെ മതി ഒരാൾ നുണയനായി മാറാൻ. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ അവൻ നുണയനാകുവാൻ, അവൻ കള്ളം പറയുന്നവനായി തീരുവാൻ എത്രമാത്രം മതി? അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതെന്തും അവൻ പറയുന്നത് തന്നെയും അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാതെ എന്തും പറയുന്നവനാണെങ്കിൽ അവൻ നുണയനാണ് എന്നുള്ളതിന് അത് തന്നെ മതിയാകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സത്യസന്ധത ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഇത്തരത്തിലുള്ള വാറോലകളെ, കള്ള ഹദീസുകളെ, അതേപോലെയുള്ള പ്രചരണങ്ങളെ കരുതിയിരിക്കുക. അതൊന്നും തന്നെ നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കരുത്. നന്മകൾ മാത്രം പ്രചരിപ്പിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.